ഇപ്പോൾ മെസ്സി വല്ലാത്തൊരു ഫോമിലാണ്. കളിച്ച 3 കളികളിലും അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായി. ഒരു ഹാട്രിക്ക്, ഒരു ബ്രേസ്, ഒരു ഗോള്. അത് 19 മിനിറ്റ് കളിച്ചിട്ടാണ് ഒരു ഗോള്. ഇന്ന് വീണ്ടും ഒരു ഹാട്രിക്ക് ഉണ്ടാവുമോ എന്ന് തോന്നുന്നു. മെസ്സി ആനന്ദിക്കാണ് ഗോൾ അടിച്ച്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഗോൾ അടിക്കാനാണ് കൂടുതൽ താല്പര്യം. അസിസ്റ്റ് ഇല്ല. 2 അസിസ്റ്റും 6 ഗോളും. മെസ്സി എനിക്ക് തോന്നുന്നു വളരെ റിലാക്സ് ആയിട്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് നേടിയതിനു ശേഷം അങ്ങനെ ഒരു ഫുൾഫിൽമെന്റ് ശേഷം ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഒരു സമ്മർദ്ദത്തിന്റെ ഒരു ഭാരമൊന്നും ഇല്ലാത്ത രീതിയിലാണ് കളിക്കുന്നത്. മെസ്സി എല്ലാ കളികളും നിലവിലെ കളിച്ചിട്ടുള്ള എല്ലാ കളികളും ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എബോർദേക്കും വലിയൊരു സാധ്യത, ഗോൾ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. മെസ്സിയെ കൊണ്ട് ഇതിന് കഴിയും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഒരു പക്ഷേ നോക്കൗട്ട് സ്റ്റേജ് ആയതുകൊണ്ട് തുടക്കം മുതൽ 90 മിനിറ്റും കളിക്കും എന്നുള്ളതാണ്. ഗോൾ സാധ്യതകള് നമുക്ക് ചിലപ്പോൾ ഒരു ഗോളേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഹാട്രിക്ക് മൾട്ടിപ്പിൾ വരാം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഒരു ഗോളെങ്കിലും മെസ്സി അടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും മെസ്സിക്ക് ഇത് അദ്ദേഹത്തിന്റെ ഗോൾ ടാലി വലിയ രൂപത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൂടിയായിട്ടൊരു പക്ഷേ മാറാനുള്ള സാധ്യത. ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഒസീഞ്ഞ എന്ന് പറയുന്ന അപ്പുറത്തുള്ള ഗോൾ കീപ്പറെ മോശക്കാരനാക്കിയിട്ട് പറയുന്നില്ല. അദ്ദേഹം സ്പെയിനെതിരെ മറ്റുമൊക്കെ പുറത്തെടുത്തിട്ടുള്ള ഗംഭീര പ്രകടനം നമുക്കറിയാം. ഒസീഞ്ഞ എങ്ങനെ മെസ്സിയും സംഘവും മറികടക്കും എന്നുള്ളൊരു ചോദ്യം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും മെസ്സി ഇപ്പോൾ കളിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഈ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഫുട്ബോൾ അനാലിസിസ്റ്റ് ഒരു ഡാറ്റ അനാലിസിസ് ചെയ്യുന്നു. ആ അനാലിസിസ് ചെയ്തപ്പോൾ മിനിമം 90 മിനിറ്റ് കളിച്ച കളിക്കാരിൽ ടോട്ടൽ 618 താരങ്ങളുണ്ട്. അതിൽ ആവറേജ് ഗ്രൗണ്ടിൽ ഏറ്റവും കുറഞ്ഞ സമയം ഓടിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് ഡിസ്റ്റൻസ് കവർ ചെയ്ത കളിക്കാരൻ മെസ്സിയാണ്. ഓരോരുത്തർ ഒറ്റ കളി തന്നെ 18-20 കിലോമീറ്റർ, മേ ബി അതിൻ്റെ മേലൊക്കെ പോകുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. മെസ്സി ആവറേജ് ഒരു 8 കിലോമീറ്ററാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഗ്രൗണ്ടിൽ മൂവ് ഓടിയിട്ടുള്ള ഒരാൾ. ഗോളിലേക്ക് ഒരു ഷോർട്ട് കട്ട് മെസ്സി കാണുന്നുണ്ടോ? മെസ്സിക്ക് അറിയാം. മെസ്സി എന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, അത്രയും വർഷങ്ങൾ മെസ്സി എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് അത് അളന്ന് എങ്ങനെയാണ് ഗോളിലേക്ക് എത്തുക, അത്രയും നമ്മളെ ഇൻസൈറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷൻ ഉള്ളത് കൊണ്ടാണ് അത്തരം രീതിയിൽ നമുക്ക് വളരെ അസാധ്യമായിട്ടുള്ള പാസുകൾ, അതേപോലെ ഡ്രിബ്ലിങ്. ഇപ്പം മെസ്സി കളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഡ്രിബ്ലിങ് അല്ല. അപ്പോൾ ഒരു വിഷനും അല്ലെങ്കിൽ ആക്ച്വലി എന്താ പറയുക ഒരു പർപ്പസോട് കൂടിയിട്ടുള്ള കളിയാണ് പൊതുവെ. അപ്പോൾ എങ്ങനെ ഏത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യണതിനെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആളാണ്. അതാണ് സാർ ഒരിക്കൽ പറഞ്ഞത്, മെസ്സി ഒരു ബോൾ നീക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. ഷോട്ട് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് മെസ്സി ഡ്രിബിൾ ചെയ്യുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യൂല. ഒരു ഫേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഡ്രിബിളിങ്ങോ ഒക്കെ മെസ്സി നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്, അതിനപ്പുറത്തൊരു റിസൾട്ടും കാണും എന്നുള്ളതാണ്.